നോമ്പ് കാലഘട്ടം ഭൗതികമായതിനെ ത്യജിച്ച് സ്വർഗീയമായതിനു വേണ്ടി ഒരുങ്ങേണ്ടുന്ന കാലഘട്ടം. മറ്റൊരർത്ഥത്തിൽ സ്വർഗീയമായത് പ്രാപിക്കുവാനായി ഭൗതികമായതിനെ ഉപേക്ഷിക്കേണ്ടുന്ന കാലഘട്ടം. ഒന്നും ഉപേക്ഷിക്കാതെ മറ്റൊരു നേട്ടം നമുക്ക് നേടുവാൻ സാധ്യമല്ല. സാധാരണ നാം പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ക്രൂശ് ഇല്ലാതെ കിരീടവും ഇല്ല. ക്രൂശിന്റെ അനുഭവത്തിലൂടെ, ത്യാഗത്തിന്റെ അനുഭവത്തിലൂടെ, പരിശ്രമത്തിന്റെ പരിശീലനത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ നേട്ടങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. നോമ്പ് കാലഘട്ടം നമ്മോട് പറയുകയാണ്, ഭൗതികമായതിനെ ത്യജിക്കാതെ നിത്യമായത് നിങ്ങൾക്ക് നേടുവാനായിട്ട് കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ കർത്താവിനോട് ചേർന്ന് നാം ആയിരിക്കുന്ന നാളുകളിൽ ആത്മീകമായതിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് നാം. യുഗായുഗം കർത്താവിനോടൊപ്പം വാഴേണ്ടുന്ന സ്വർഗീയ സന്തോഷത്തെക്കുറിച്ച് ബോധ്യവാന്മാരായിട്ട് മാറുവാൻ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകണം. ഭൗതികമായ ഈ ലോകത്തിന് നേർ വിപരീതമാണ് നിത്യത എന്നത്. ഇവിടെ ദുർബലനായിരിക്കുന്നവൻ, വചനം പറയുന്നു, നിത്യതയിൽ അവൻ ബലവാനായിട്ട് മാറും. ഇവിടെ ത്യജിക്കുന്നവൻ നിത്യതയിൽ നേട്ടമുള്ളവനായിട്ട് മാറും. ഒന്നും ത്യജിക്കാതെ മറ്റൊന്നും നമുക്ക് നേടുവാനായിട്ട് സാധ്യമല്ല. ഈ ലോകം മരണത്തിന്റെ അടയാളമായി കണ്ടിരുന്ന കുരിശിനെ ജീവന്റെ അടയാളമായി രൂപാന്തരപ്പെടുത്തിയവനാണ് കർത്താവ്. ആ ക്രിസ്തു നമ്മോട് പറയുന്നു, അവനവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ചിലതൊക്കെ ത്യജിച്ചുകൊണ്ട്, ചിലതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, ചിലതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നിത്യമായ രാജ്യത്തിന് വേണ്ടി, നിത്യമായ സന്തോഷത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കാൻ ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.